ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് കോലയിലുള്ള ഫിറ്റ് ബി എന്ന് പറഞ്ഞൊരു ജിമ്മാണ്. അപ്പോൾ നമുക്ക് ഫിറ്റ് ബി ജിമ്മിലെ വിശേഷങ്ങൾ നമുക്ക് മുകളിൽ പോയി നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഫിറ്റ് ബി ജിമ്മിനകത്താണുള്ളത്. നമ്മുടെ കൂടെയുള്ള ഫിറ്റ് ബി ജിമ്മിൻ്റെ ഓണർ അഭിഷേകാണുള്ളത്. നമുക്ക് അഭിഷേകിനോട് ചോദിക്കാം, പറയൂ. നമ്മുടെ ജിമ്മ് ഇപ്പോൾ തുടങ്ങിയിട്ട് നമ്മളൊരു 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി തൃശ്ശൂർ ഒരു 5 ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് കാലോറി ബി എന്ന് പറഞ്ഞ ജിമ്മാണ് അശ്വിനി ജംഗ്ഷനിൽ. ഓക്കെ. അവിടെ 5 കൊല്ലത്തോളം നമ്മളവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ജിമ്മിലേക്ക് കടന്നു. ഓക്കെ. ഇത് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. നമ്മുടെ പാപ്പനും ഉണ്ട്. അപ്പോൾ സത്യം പറയാച്ചെങ്കിൽ പാപ്പൻ കാരനാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം. അപ്പോൾ അച്ഛൻ ഗവൺമെന്റ് SI ആണ്. പാപ്പനും പോലീസുകാരൻ തന്നെയാണ്. എന്നിരുന്നാലും പാപ്പന്റെ ഭാര്യ ട്രെയിനറാണ്. അപ്പൊ ആള് സൂംപിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി പണ്ടേ സ്പോർട്സിനോട് ഒരു കമ്പം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു. അപ്പോ പറഞ്ഞല്ലോ, സന്തോഷം കിട്ടുന്ന ഒരു സംഭവം ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ഇവിടെ എത്ര ട്രെയിനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഞാനിവിടെ ട്രെയിനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലെവൽ 4 സർട്ടിഫൈഡ് ആണ്. അപ്പോൾ പിന്നെ ഞാൻ കൂടാതെ 3 പേരുണ്ട്. അതിൽ 2 പേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമലിപ്പോൾ കോഴ്സ് കഴിഞ്ഞു. അതെ അതെ, ബാക്കി 2 പേരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ട്രെയിനർ ഇല്ലാണ്ട് ഇവിടെ ഒരു ഫ്ലോറിൽ ക്ലയൻസ് വർക്കൗട്ട് ചെയ്യില്ല. അത് വലിയൊരു കാര്യമാണ്. പല ജിമ്മുകളിലും ട്രെയിനേഴ്സ് ഉണ്ടാവാറില്ല. ചാവി വെച്ചിട്ട് പോകുന്ന സംഭവമൊക്കെയാണ്. അപ്പോൾ ഫിറ്റ് ബി ജിമ്മിലെ ട്രെയിനറാണ് അമലു. അപ്പോൾ നമുക്ക് അമലിൻ്റെ വിഷയങ്ങൾ ചോദിക്കാം. ബ്രോ, എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള റീസൺ? ഇതിലേക്ക് മെയിൻലി എനിക്കൊരു ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ സ്പോർട്സിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അങ്ങനെ ഒരു +2 കഴിഞ്ഞപ്പോൾ കൊറോണ സമയത്ത് അങ്ങനെ വീട്ടിൽ വർക്കൗട്ട് തുടങ്ങി. പിന്നെ ഇതിനോട് കൂടുതലൊരു ക്രേസ് തോന്നി. അപ്പം അങ്ങനെ ഈ ഫീൽഡിലേക്ക് +2 കഴിഞ്ഞു, അങ്ങനെ തിരിഞ്ഞു. പിന്നെ ഇപ്പോൾ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഞാൻ കോഴ്സ് ഗായോ ഫിറ്റ്നസ് അക്കാദമിയിലാണ് ഞാൻ കോഴ്സ് ചെയ്ത് ബഷീർക്കയുടെ. അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാനിപ്പോൾ ഒരു 2 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ബ്രോ, നമ്മളിവിടെ ഈ ജിമ്മിൽ ഇപ്പോൾ 3 മന്ത്സിൽ ഇപ്പോൾ നമ്മൾ എത്ര പേരെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവും? അതൊരു ചെറിയ കാലയളവാണ്, എന്നാലും. അതെ, അതിൽ മെയിൻലി ഉണ്ടല്ലോ, നമ്മൾ ഒരു 3 മാസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലയൻസ് വന്ന് മര്യാദയ്ക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. ഫസ്റ്റത്തെ ഒരു കുറച്ച് ആഴ്ച നമുക്ക് ക്ലയൻസ് അറിഞ്ഞു തുടങ്ങണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫാറ്റ് ലോസ്, ഫാറ്റ് ഗെയിനിന് ഉപരി കുറേ പേർക്ക് ഈ പറഞ്ഞ മാതിരി ഫ്ലെക്സിബിലിറ്റി, കുറെ ആൾക്കാർക്ക് വന്നിട്ട് ഇത്ര ബെൻഡ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അവർക്ക് പറഞ്ഞില്ല, അതിലത്തെ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടുക, അല്ലെങ്കിൽ പുള്ളപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഞാൻ മെയിൻലി അങ്ങനെ ഫോക്കസ് ചെയ്യണേന്ന്. മറ്റേത് അത് സെക്കൻഡ് അതിൻ്റെ ഒപ്പം വന്നോളും. അപ്പൊ നമുക്ക് പറയില്ല, നമുക്ക് സാധാരണ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിയിൽ പോയിട്ട് കറക്റ്റ് സ്കോട്ട് പൊസിഷനിൽ ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു 30 സെക്കൻഡ് തൂങ്ങിയിരിക്കാൻ പറ്റുക. അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മറ്റേത് അതിന്റെ ഒപ്പം വരും. അല്ലെങ്കിൽ മറ്റേത് റിസൾട്ട് ഓറിയന്റഡ് മാത്രമാവും. ഇത് റിസൾട്ട് നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കണ്ടു തുടങ്ങാൻ പറ്റും. സത്യം. അപ്പൊ അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മുടെ ജിമ്മിൽ ഏത് ബ്രാൻഡിന്റെ മെഷീൻസ് ആണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മളൊക്കെ ഫിറ്റ് ബൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇമ്പോർട്ടഡ് ആണ്, ചൈനയിൽ ഇമ്പോർട്ടഡ് ആണ് മെഷീൻസ് ഒക്കെ. പിന്നെ അതുപോലെ കാർഡിയോ സെക്ഷനും വന്നിട്ട് നമുക്ക് 4 ട്രെഡ്മില്ല്, 2 ഇലക്ട്രിക്കൽ ട്രെയിനിങ്, പിന്നെ സൈക്കിള് 3 എണ്ണം. പിന്നെ ഇവിടെ നല്ലൊരു സെഷൻ തന്നെ ഉണ്ട് കാർഡിയോക്ക് എല്ലാവർക്കും. കാരണം 4 ട്രെഡ്മില്ലുണ്ട്, ക്രോസ് ഓവർ ഇലക്ട്രിക്കലുണ്ട്. ഓക്കെ, അടിപൊളി. അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് സെഷൻ ആവും. വെയിറ്റ് ട്രെയിനിങ് പിന്നെ ഫ്രീ വെയിറ്റ് നമ്മൾ ഈ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മെഷീൻസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഫ്രീ വെയിറ്റ് ഒക്കെ ഒരു സ്ഥലത്തേക്ക് ആക്കി. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ PT, ബോഡി ബിൽഡിംഗ്, പിന്നെ മെയിൻലി ഫിറ്റ്നസ് സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കുക. അതെ, ഫിറ്റ്നസ് അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. അതെ, പണ്ടാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആരും അങ്ങനെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ജിമ്മിലോട്ട് വരാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മെയിൻലി ആൾക്കാർ വേറൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം, ആൾക്കാർ അതിന്റെ വാല്യൂ കൂടി മനസ്സിലാക്കുന്നുണ്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞ ഞാനൊക്കെ ജിമ്മിന് പോകുമ്പോ ഒരാള് ബോഡി ബിൽഡിംഗ് ചെയ്യണ്ടാവും, പൈസ കിട്ടിയ ആളാ പിന്നെ അടുത്ത ആശ ഒരുപാട്. അതെ. അപ്പൊ ആളുടെ വർക്കൗട്ടാണ്, മീൻസ് ആൾക്കാർ പഠിക്കാൻ നോക്കണില്ലേ. നമ്മൾ ഈ സർട്ടിഫൈഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ അനലൈസ് ചെയ്യും. ആൾക്ക് എന്ത് കൊടുക്കണം, ആളുടെ അതൊരു നല്ലൊരു വ്യത്യാസമാണ്. സത്യം. അതിനെ കുറിച്ചുള്ള നോളജ് വന്നപ്പോഴാണ് അങ്ങനെ വന്നത്. പണ്ടത്തെ ജിമ്മിലാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ,
ഒരുപാട് ബൈസെപ്സിന്റെ വലുപ്പം നോക്കിയിട്ടൊക്കെ കുറെ പേര് ട്രെയിനറായിട്ട് നിർത്തിയിട്ടുണ്ട്. അതെ, അതെ, അവർക്ക് അവരുടെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കാര്യങ്ങൾ മാത്രമാണ് അത് അടിച്ച് നശിപ്പിക്കാന്നുള്ള ഒരു ഇതാണ്, മസിൽസിനെ ഇതാക്കി കളയാന്നുള്ള. സത്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരുപാട് പേർക്ക് ജിമ്മ് തുടങ്ങാൻ പോകുന്നവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും, നമുക്ക് ഒരു ജിമ്മ് തുടങ്ങാൻ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ജിമ്മ് ഈ സെറ്റ് ചെയ്തെടുക്കാൻ ടോട്ടലി എത്ര എക്സ്പെൻസ് വന്നു? അതായത് മെഷീൻസിനും ഇന്റീരിയറും എല്ലാം കൂടി. നമുക്ക് ഇന്റീരിയർ മെഷീൻസ് എല്ലാം അടക്കം ഒരു 50 lakhs പ്ലസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ മെഷീൻസ് ആണ് മെയിൻലി ഒരു ജിമ്മിന്റെ റേറ്റ് നിശ്ചയിക്കുന്നത്. പിന്നെ ഇന്റീരിയർ. അപ്പോൾ മെയിൻലി മെഷീൻസ്. അപ്പോൾ ഞാൻ പറയാ വെച്ചെങ്കിൽ നമുക്ക് എപ്പോഴും റേറ്റ് ഇത്തിരി കൂടിയാലും നല്ല മെഷീൻസ് എടുക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ക്വാളിറ്റി. അതെ, ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ലൈഫും കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എപ്പോഴും നല്ല മെഷീൻസ് എടുക്കുക. അപ്പോൾ ഒരു 50 lakh പ്ലസ് വന്നിട്ടുണ്ട് പിന്നെ സെറ്റ് ചെയ്യുക അല്ല ടോട്ടൽ എക്സ്പെൻസ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ജിമ്മുകളിൽ പോകുന്നതാണ്. എനിക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ AC ജിമ്മിൽ നിൽക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ ഒരു ജിമ്മിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ കഴിഞ്ഞ മെയിലാണ്. ഒരു ജിമ്മിലും ഈ ടൈമിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ വേർത്തിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല. നല്ല തണവാണ്, നല്ല ആംബിയൻസ് ആണ്, കൂൾ മൂഡാണ്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക? മെയിൻലി ഇതിന്റെ ഹൈറ്റിന്റെ സംഭവം. സാധാരണ ജിമ്മുകളിൽ ഹൈറ്റ് പൊതുവെ ഇല്ല അങ്ങനെ. അപ്പോ നമ്മള് പിന്നെ എക്സോസ്റ്റ് നമ്മൾ സാധാരണ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളാണ്ടും ഒരു 6 മണിക്ക് ശേഷമൊക്കെ നമ്മള് പുറത്തുനിന്നുള്ള ടെമ്പറേച്ചർ ഉള്ളിലേക്ക് ആക്കാനായിട്ടുള്ള സംഭവം ഉണ്ട്. അതുപോലെ നമ്മൾ എയർ ഹോൾസ് 3 എണ്ണം വെച്ചിട്ടുണ്ട് അടിയില്. അപ്പൊ എന്തായാലും ചൂടാവി മുകളിലേക്ക് പൊങ്ങുമ്പോ നമ്മള് എക്സോസ്റ്റ് ഇടുന്നു, അത് പുറത്തേക്ക് വിടുന്നു. പിന്നെ ഒരു 6 മണിക്ക് ശേഷം നമ്മൾ പുറത്തത്തെ തണവ് ഉള്ളിലേക്ക് എടുക്കുന്നു. ഓക്കെ, അടിപൊളി അടിപൊളി. നല്ല കൂൾ ടെമ്പറേച്ചർ ആണ്. അതെ സത്യം. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുകയാണ്. അപ്പൊ ഇത്രയും വെന്റിലേഷൻ വെച്ചത് ഈ ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അതായത് സയന്റിഫിക്കലി പറയാ വെച്ചെങ്കിൽ മസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഓക്സിജന്റെ ആവശ്യം ഉണ്ടല്ലോ. ഒരു ഹൈപ്പർട്രോഫി എന്ന് പറയുമ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യണമെങ്കിൽ അതിൽ ഓക്സിജന്റെ അളവ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു അടച്ചിട്ട സ്പേസിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. വെന്റിലേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും. അപ്പൊ അതിനായിട്ട് മെയിൻലി ഞാൻ ഒരു വെന്റിലേഷൻ സംഭവം വെക്കാനുള്ള മെയിൻ കാരണം അതിപ്പോ നമുക്ക് അറിയണമുണ്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയും വെന്റിലേഷൻ വെച്ചിട്ടില്ലെങ്കിൽ അടച്ചിട്ട റൂം വെച്ചെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല വെന്റിലേഷനും നല്ല എയർ സപ്ലൈ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. അതായത് അടിപൊളി നല്ലൊരു ടിപ്പും കൂടിയാണ്. അതായത് പുതിയൊരു ജിമ്മ് തുടങ്ങാൻ പോകുന്നവർക്കും നല്ലൊരു ഇതും കൂടിയാണ്. ഓക്കെ അഭിഷേക് ബ്രോ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫീസ് നമുക്ക് മന്ത്ലി 1200 വരുന്നത്. ഓക്കെ. അതുപോലെ 3 മന്ത് അച്ഛന് 3000, 6 മന്ത് 4400, 1 ഇയർ 8000. പിന്നെ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 500 രൂപ അഡ്മിഷൻ ഫീ വരും. അത് നമുക്ക് 1 ഇയറിൽ വരുന്നില്ല. 1 ഇയർ നമ്മൾ അഡ്മിഷൻ വാങ്ങിക്കുന്നില്ല. ബാക്കിയൊക്കെ നമ്മൾ 500 രൂപ അഡ്മിഷൻ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ട്രെയിനിങ് ആണ്. പേഴ്സണൽ ട്രെയിനിങ് നമ്മൾ 5000 രൂപയാണ്. 5000 ആണ്. അതെ, അത് സർട്ടിഫൈഡ് ട്രെയിനർ ആയിരിക്കും ഒപ്പം ഉണ്ടാവുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇന്ന ടൈമിൽ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഷേപ്പ് ആവണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ക്ലയൻസ് വരികയാണെങ്കിൽ അവർക്കും ചോദിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളിവിടെ ചെയ്തു കൊടുക്കും? അതെ, ഞാൻ പറഞ്ഞില്ല, ചെയ്തു കൊടുക്കാണ്ടിരിക്കില്ല. കാരണം അത് എന്തായാലും നമ്മൾ ജിമ്മ് തുറന്നിരിക്കുമ്പോൾ ഒരാൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ കാര്യം പറയും. അതായത് എളുപ്പമല്ല. ചിലരൊക്കെ ഇപ്പോൾ ചില ക്ലയൻസ് വന്ന് ചോദിച്ചിട്ടുണ്ട്, അതായത് 20 കിലോ കുറയണം എന്നുള്ള രീതിക്കൊക്കെ പറയുമ്പോൾ അത് എളുപ്പമല്ല. ഒരു മാസം കൊണ്ട് അതെ, 1 മാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 100% ഉറപ്പാവില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി തീരെ എന്നാലൊരു ഇത് പോവും. കല്യാണത്തിനൊക്കെ ആകെ പറഞ്ഞില്ലേ, തീരെ വയ്യാത്തൊരു രീതിയിൽ നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കാര്യം പറയും, ഇങ്ങനെയാണ്, നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ 2 പേര് വന്നിരുന്നു. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ മാതിരി ഓപ്പൺ ആയിട്ട് പറയണം, അവർക്ക് 10 കിലോ കുറഞ്ഞൊക്കെ പറഞ്ഞിട്ട് വന്നേ. നമുക്ക് 5-6 കിലോ കുറഞ്ഞോളൂ പെർ മന്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ ചീപ്പിക്കില്ല, അത് പൊട്ടേ നമുക്കറിയാം. പക്ഷേ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്നതാണ് കാര്യം, ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളതൊരു ഞാൻ പറയാം, നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ആക്കേണ്ട കാര്യമല്ല. 3 മാസം ചെയ്തിട്ട് വിടേണ്ട ഒരു കാര്യമല്ല, ലൈഫ് സ്റ്റൈൽ ആക്കി കൊണ്ടുപോകാണ് ഏറ്റവും നല്ലത്. ഓക്കെ അഭിഷേക്, അപ്പൊ ഇത് യൂണിസെക്സ് ജിം ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ 2 ആൾക്കാർക്കും എന്തൊക്കെ സർവീസസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് വാട്ടർ അങ്ങനെ എന്തെങ്കിലും? അതായത് നമുക്ക് വെള്ളം കുടിക്കാൻ ആക്ച്വലി നമുക്ക് കുപ്പി കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫിൽറ്റർ ഉണ്ട്. അതുപോലെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് തൃശ്ശൂർ നമ്മൾ സപ്ലിമെന്റ്സ്
ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. ആഹാ. അപ്പോൾ നമ്മൾ അശ്വിനി ജംഗ്ഷനിലാണ് നമ്മുടെ കട വരുന്നത്. ന്യൂട്രിസെൻസിൽ എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ അതും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അഭിഷേക്, താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ. അപ്പോൾ ഈ ജിമ്മിന്റെ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.